എല്ലാവർക്കും നമസ്കാരം. ഓണത്തിന് ശേഷം നമ്മുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നമ്പർ ഓഫ് കേസുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഈ റോഡ് ട്രാഫിക് ആക്സിഡന്റ് RTA കേസുകൾ വരുന്നത്. RTA തന്നെ മെയിനായിട്ട് വരുന്നത് പിള്ളേരുടെ ഏജ് ഗ്രൂപ്പിലായിരുന്നു. അന്ന് ഈ മദ്യപാനം, അമിതവേഗം, ഹെൽമെറ്റ് ഇല്ലായ്മ, അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റോഡിന്റെ അവസ്ഥ ഒന്ന് പരിഹരിക്കാനാണ്. ഇത് പറയാൻ വേറൊന്നുമല്ല, പള്ളിക്കൽ നമ്മുടെ പള്ളിക്കൽ നിന്ന് പവർക്കിലോട്ട് വരുന്ന വഴി CHSയുടെ ഫ്രണ്ടിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന അത് പൂട്ടിയിട്ടേക്കാണെന്ന് തോന്നുന്നു. ആരും അവിടെ കാണുന്നില്ല. PHC ലെവലിൽ വർക്ക് ചെയ്യുന്നതാണ് കൂടി അത്യാവശ്യം നല്ല തിരക്ക് വേണ്ട ഒരു PHC ആണ്. പക്ഷെ അവിടെ ആരുമില്ല. എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതിന്റെ ഫ്രണ്ടിലത്തെ റോഡാണ് ഞാൻ ഈ പറയുന്നത്. ഭയങ്കര മോശമായിട്ടുള്ള റോഡാണ്. ഇന്നലെ തന്നെ ഒരു കുട്ടി പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് വീഴാൻ പോയി. ഞാൻ വിചാരിച്ചു ഈ ടോറസിന്റെ വലിയ ലോറിയൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പം പെട്ടെന്ന് സ്പീഡിലൊക്കെ വലിയ ലോറിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു അപകടം ഉണ്ടാവുന്നതിന് മുന്നേ നമ്മളിത് പറയുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ഇതിനു മുമ്പ് ഒരു 1-2 വർഷങ്ങളായിട്ട് പലതും പറയുന്നുണ്ട്. അവർ കേരളം ഭരിക്കുന്നതും പഞ്ചായത്ത് ഭരിക്കുന്നതൊക്കെ ഒരേ പാർട്ടിയാണ്. പിന്നെ ആരെയാണ് ഇങ്ങനെ പഴിചാരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പഴിചാരാനായിട്ട് ഒരാളവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിത് പള്ളിക്കയെ കുറിച്ച് ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ പള്ളിക്കൽ നല്ല ആൾക്കാരാണ്. അപ്പം അവർ ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യും. ഇങ്ങനെ ഈ കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ എന്തായാലും അത് പഞ്ചായത്തിൽ എത്തിക്കുകയും പഞ്ചായത്ത് വഴി എന്തായാലും അവിടെ ഒരു സൊല്യൂഷനും എത്തും. 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് പള്ളിക്കൽ പകൽക്കുറി എന്ന് പറയുന്നത് ഏകദേശം ഒരേ കണക്ക് പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. രണ്ടിടത്തും ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പകൽക്കുറിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആദ്യമായിട്ട് അക്കൗണ്ട് എടുക്കുന്നത് അവിടെയാണ്. ATM ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഒരു നല്ല മൊമെന്റ്സ് ആയിരുന്നു പണ്ട് കുട്ടിക്കാലത്ത്. പള്ളിക്കൽ അന്ന് ഒരേ ഒരു ബാങ്കേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പൊ പള്ളിക്കൽ ബാങ്കുകൾ, ഇവിടെ പകൽക്കുള്ള ബാങ്ക് കൂടെ പള്ളിക്കലാണ് പോയി കിടക്കുന്നത്. അതെനിക്ക് പള്ളിക്കൽ ഒരുപാട് പള്ളിക്കൽ എല്ലാവർക്കും അറിയാം പള്ളിക്കൽ ഇപ്പൊ എന്താ നടക്കുന്നത്. രാത്രി 9 മണിക്ക് പോയാലും 10 മണിക്ക് പോയാലും ഈവൻ 11 മണിക്ക് പോയാലും ആക്റ്റീവ് ആയിട്ടുള്ള സിറ്റിയാണ് ഇപ്പൊ പള്ളിക്കൽ എന്ന് പറയുന്നത്. ഒരു സിറ്റി ആയിട്ട് തന്നെ മാറി. പക്ഷെ പകൽക്കൂറിൽ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം അവിടെ ഒന്നുമില്ല പിന്നെ. അപ്പൊ അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഈ പകൽക്കുറിയുടെ ഈ അവസ്ഥ കണ്ടു തന്നെയാണ് ഞാൻ ഈ കട വരുന്ന സമയത്ത് ഒരുപാട് പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിനകത്ത് ഒന്നാണ് സ്റ്റേഷനറി ഐറ്റംസ് ഏറ്റവും വില കുറഞ്ഞത്. നമുക്കിപ്പോൾ കിട്ടുന്ന പേന ഒരു 10 രൂപയ്ക്ക് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു പേന എന്ന് പറയുന്നത് ഹോൾസെയിലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 7 രൂപയ്ക്കാണ്. അപ്പോൾ 7 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 7 രൂപ 50 പൈസ അല്ലെങ്കിൽ 7 രൂപയ്ക്ക് എന്നെ കൊടുക്കണം എന്ന ആഗ്രഹത്തിലായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത്. അതൊക്കെ എന്നെ ബുക്ക് 45 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങുന്ന ബുക്ക് അത് 35-38 രൂപയ്ക്കാണ് ഹോൾസെയിലുകാർ ഇങ്ങനെ റീറ്റെയിലുകാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഹോൾസെയിൽ പ്രൈസിൽ നിന്ന് വളരെ തുച്ഛമായ കാശ് കൊടുത്തിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ അതിൻ്റെ കൂടെ ഒരു കർഷക സഹായമാണ്. എന്ന് വെച്ചാൽ കർഷകരുടെ ഉൽപ്പന്നം വളരെ വില കുറച്ച് ആൾക്കാരിൽ എത്തിക്കുന്ന രീതിയിലുള്ള അത് രണ്ടിൻ്റെ ഇത് പുറമെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ DDRC ലാബ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ പകൽക്കൂറിൽ ഇപ്പോൾ ലാബേ ഇല്ല. ഒരാവശ്യത്തിന് എല്ലാവരും പള്ളിക്കൽ അല്ലെങ്കിൽ ഓയൂരൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പകൽക്കുറിക്ക് സ്വന്തമായിട്ടൊരു ലാബും ഉണ്ട്. അത് ഏറ്റവും തുച്ഛമായ വിലയ്ക്ക്. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ജീവിതശൈലി രോഗങ്ങളുണ്ട്. ഇപ്പോൾ BP ആയാലും ഷുഗർ ആയാലും. ഇപ്പോൾ ഷുഗർ തന്നെ ഇപ്പോൾ 3 രീതിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഒന്ന് റൊട്ടീനായിട്ട് എടുക്കാം, നമ്മൾ ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ട് എടുക്കുന്ന സാധനം. രണ്ടാമത്തത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഉണ്ട്. പിന്നെ മൂന്നാമത്തത് HbA1c ഉണ്ട്. HbA1c ഒക്കെ നല്ല പ്രൈസ് ആവുന്നതാണ്. അപ്പോൾ അതെല്ലാം ഏറ്റവും വില കുറച്ച രീതിയിൽ അതൊക്കെ റൊട്ടീൻ ബ്ലഡ് ഷുഗർ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനത്തെ ഒരു ലാബ് സെറ്റപ്പ് അവിടെ കൊണ്ടുവരണം. ഏറ്റവും നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റി ലാബ് കൊണ്ടുവരുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്, അതും തുച്ഛമായ പ്രൈസിൽ. അപ്പോൾ അതിന്റെ ഇനിഷ്യൽ ടോക്കുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു DDRCയുടെ ആൾക്കാരുമായിട്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റും കാര്യമായിട്ട് സംസാരിച്ച ഈ സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പകൽക്കുറിൽ. അതൊക്കെ തന്നെ വേറെ വലിയ പ്രോജക്റ്റ് ആയിരുന്നു. അച്ഛൻ എപ്പോഴും പറയും കുട്ടികളെ പഠിപ്പിക്കണം, അവരെ പൂർണ്ണമായ അവരെ വിദ്യാഭ്യാസം ഏറ്റെടുത്തൊരു കുറച്ചൊരു 4-5 വിദ്യാർത്ഥികളെങ്കിലും അത്യാവശ്യം പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഏറ്റെടുത്തിട്ട് എക്കണോമിക്കലി വീക്കറായിട്ടുള്ള കുട്ടികളെ ഏറ്റെടുത്തിട്ട് പഠിച്ച് നല്ലൊരു പ്രൊഫഷണൽ കോളേജ് എത്തിക്കണമെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അതും ഏകദേശം അറിയത്തില്ല എന്ത് ചെയ്യാൻ പറ്റും. അതൊക്കെ തന്നെ വേറെ വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു എൻ്റെ NEET UGക്കുള്ള ഫ്രീ കോച്ചിങ്. ഇപ്പോൾ കേരളത്തിൽ നമ്മളിപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ ഒരു അവസ്ഥയാണ്, ഇപ്പോൾ സിറ്റി പ്ലേസ് അല്ല. അപ്പോൾ ഗ്രാമീണ മേഖലയിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം വളരെ ബാക്കിലാണ്. അപ്പം സ്കൂളിലെ വിദ്യാഭ്യാസം തൊട്ട് എല്ലാ കാര്യത്തിലും ഒരുപാട് ഒരു ബാക്ക്വേർഡ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എല്ലാ കാര്യത്തിലും. സത്യമുള്ള അവസ്ഥയാണ് പറയണമെങ്കിൽ. അപ്പം ഇപ്പം ഞാൻ നോർത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ അലൻ കോച്ചിങ് സെന്റർ ഉണ്ട്, ആകാശുണ്ട്, PWD എന്ന് പറഞ്ഞുകൊണ്ട് ഫിസിക്സ് വാലയുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ചാൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന 5th സ്റ്റാൻഡേർഡ് തൊട്ടാണ്. 5th സ്റ്റാൻഡേർഡിലെ ഈ പറയുന്ന ഫൗണ്ടേഷൻ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഈ പിള്ളേർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് +1 +2 വിദ്യാർത്ഥികളാണ് അതിന് ശേഷമാണ് കോച്ചിങ്ങിന് പോകുന്നത്. അതുകൊണ്ടാണ് പല സ്ഥലത്തും ആ റിസൾട്ട് കിട്ടാത്തത്. പക്ഷേ ഈ കോട്ടയം മേഖലകൾ അല്ലെങ്കിൽ ട്രിവാൻഡ്രം, കോഴിക്കോട് ഭാഗങ്ങളിൽ ഈ പറയുന്ന 8ാം ക്ലാസ് തൊട്ട് തന്നെ കോച്ചിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗ്രാമീണ മേഖലയിലുള്ള നമ്മുടെ സ്ഥലങ്ങളിൽ ഇതൊന്നും ഭയങ്കര പാടാണ്. കാരണം ഈ കോച്ചിങ് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ്. ഇപ്പം എല്ലാവർക്കും അറിയാം, ഒരു നീറ്റിന്റെ UGക്ക് കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് എത്രയാണ് കൊടുക്കേണ്ട ക്യാഷ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അതിന് കൊടുക്കാതെ തന്നെ ഒരു കോച്ചിങ്ങും ഇല്ലാതെ ഞാൻ കോച്ച് ചെയ്ത് കുട്ടികളെ ഫ്രീ ആയിട്ട്
ഒരു നീറ്റ് UGയുടെ കോച്ചിങ് സെൻറ്റർ പവർക്ക് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം കോച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് MCQ ആണ്. നമ്മൾ എത്രത്തോളം MCQ നമ്മൾ ചെയ്യുന്നു, എത്രത്തോളം ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു, അതാണ്. ഒരു certain ടോപ്പിക്സ് ഉണ്ട് എല്ലാ എക്സാംസിനും. ആ certain ടോപ്പിക്സിൽ ആ ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് പഠിച്ച് അതിലുള്ള മാക്സിമം MCQ ചെയ്യുക. ഇതാണ് എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ചെയ്യുന്നത്. അപ്പം ഞാനത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു പവർക്കൂറിൽ. അതും ഇതണക്ക് എനിക്കറിയത്തില്ല ഇനി അത് ചെയ്യാൻ പറ്റൂലെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇനി പവർക്കൂറിലോട്ട് പോകാനേ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങോട്ട് പോകണ്ടെന്നാണ് എനിക്ക് ഒരു സ്ട്രിക്റ്റ് ഓർഡർ ഉള്ളത്. അപ്പം ഞാനിനി അങ്ങോട്ട് പോകണില്ല. അതും വെള്ളത്തിലായിരുന്ന അവസ്ഥയായി. അതുകൊണ്ട് തന്നെ പകൽക്കുറി വിഷൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര, ഒരു ന്യൂസ് ചാനലടക്കം ഒരു സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. നമ്മളെ ചുറ്റുമുള്ള ന്യൂസുകളും കാര്യങ്ങളും നമ്മളുള്ള ആൾക്കാർ, ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാരുണ്ട്, അവരെയൊക്കെ ഓരോ ഇൻ്റർവ്യൂ കാര്യങ്ങൾ അങ്ങനെയൊക്കെ എടുത്തൊരു ന്യൂസ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പകൽക്കുറി വിഷൻ എന്ന പേരിൽ. അപ്പോൾ അതും നടക്കത്തില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അവരുടെ ഓട്ടോക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവരുടെ സഹകരണം ഇല്ലാതെ ഇവിടെ കട നടക്കത്തില്ല, നടത്തുന്നത് കാണിച്ചു തരാവുന്ന രീതിയിലൊക്കെയാണ് എന്ന് പറഞ്ഞത്. അവിടെ ഞാൻ ടോട്ടലി ഇതൊക്കെ വിട്ടു. അപ്പം എനിക്ക് പഠിക്കാനുണ്ട്, എനിക്ക് ജോലിയുണ്ട്, ഞാനിപ്പോൾ അതുമായിട്ട് നടക്കുകയാണ്. അപ്പം ബാക്കി പ്രോജക്റ്റുകളെല്ലാം വിട്ടു. കാരണം പള്ളിക്ക് തന്നെയാണ് ബെറ്റർ. പവർക്കൂറിലൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, പള്ളിക്കലിലെ ഒരുപാട് വേറെയൊക്കെ പറയേണ്ടി വന്നു. പള്ളിക്കൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ട വേറൊന്നുമല്ല, പള്ളിക്കൽ ആ റോഡൊന്ന് നന്നാക്കാൻ വേണ്ടിയാണ്. അത് പള്ളിക്കലിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം 2 വീലേഴ്സ്, സൈക്കിൾ ഓടിക്കുന്ന പിള്ളേർ, അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് ഈ സമയത്ത്. കാരണം ആ റോഡിൻ്റെ ഒരു ഭാഗത്തല്ല, എൻ്റയർ ഒരു ഏരിയയിലാണ് അത് ആ ഒരു കുഴി കാണുന്നത്. അപ്പം അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അതൊന്ന് മനസ്സിലാക്കി പഞ്ചായത്ത് അധികൃതരും പഞ്ചായത്തുകാരും അല്ലെങ്കിൽ അവിടെ ഒപ്പോസിഷൻ പാർട്ടീസ് എന്ത് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ പറയേണ്ടതാണ് നമ്മൾ ഇവിടെ കിടന്ന് പറയുന്നത്. സോ അതൊന്ന് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ദാറ്റ്സ് ഇറ്റ്.